ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മളെ സെന്റ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കി. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പിന്നെ സെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നാണ് പറയണത്. കാരണം എന്ന് പറഞ്ഞാൽ പ്രൈമർ അടിച്ചിട്ട് പിന്നെ അതിൻ്റെ കാര്യം നോക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഫുള്ള് ക്ലിയർ. ഇനി പെയിൻറ്റിൻ്റെ കാര്യത്തിൽ ഇനി ഒന്നും എടുക്കില്ല. അങ്ങനെ ആദ്യം നമുക്ക് അന്ന് പ്രൈമർ എടുത്തപ്പോൾ ഏകദേശം ഒരു 2,800 നമ്മളൊരു 15 രൂപയാണ് പെയിൻറ്റിന് കൂട്ടിയിരുന്നത്. എന്നാലും അത്രയൊന്നും ആയില്ല. ഇപ്പം ഫുൾ സാധനങ്ങൾ കണ്ട് ഫുൾ സാധനങ്ങൾ എടുത്തു. അപ്പോൾ അതിന് ഏകദേശം അതായത് 9,220 രൂപ. ക്ലിയറൊക്കെ ഏറ്റവും കൂടിയ ക്ലിയറാണ് എടുത്തേക്കണം. ക്ലിയറിൽ തന്നെ കുറഞ്ഞ ക്ലിയറും ഉണ്ടായിരുന്നു, കൂടിയ ക്ലിയറും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടിയത് തന്നെ എടുത്ത്, പെയിൻറ്റും കൂടിയത് തന്നെ എടുത്ത്, എല്ലാം ഏറ്റവും കൂടിയതാണ് എടുത്തത്. അപ്പോൾ പിന്നെ വലിയ റേറ്റ് ആയില്ല. ഇനിയിപ്പം ഒരു 7 രൂപ 8 രൂപ പെയിൻറ്റ് അടിക്കണേനും ആവും. അപ്പോൾ മൊത്തം കൂടെ ഒരു 17-20 അത്രേ ആവത്തുള്ളൂ. അത് ഏറ്റവും കൂടിയ സാധനം എടുത്തോണ്ടാണ്. ഇപ്പം നമുക്ക് ഇതേ വർക്ക് തന്നെ നമുക്കൊരു 10-13 രൂപയ്ക്ക് തീർക്കാമായിരുന്നു. കാരണം പ്രൈമറിൽ തന്നെ 2 ക്വാളിറ്റി പ്രൈമർ ഉണ്ട്. 1K ഉണ്ട്, 2K ഉണ്ട്. അതിൻ്റെ അകത്ത് 1Kക്ക് വില കുറവാണ്. പിന്നെ അതിനൊക്കെ ക്ലിയറിനും കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് സാധനങ്ങൾ നമുക്ക് കുറഞ്ഞതെടുത്താലും മതിയായിരുന്നു. പക്ഷെ ആ ഒരു ഫിനിഷ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പിന്നെ കൂടിയതെടുത്താൽ. എന്തായാലും വണ്ടി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി കണ്ടിട്ട് കുറേ നാളായി, ഏകദേശം ഒരു മാസം ആവാറായി വണ്ടി അവിടെ കൊണ്ട് ഇട്ടിട്ട്. പെയിൻറ്റ് കഴിഞ്ഞാൽ ഉടനെ ബാക്കി പണികൾ ഉടനെ തുടങ്ങും. പ്രൈമറൊക്കെ അടിച്ചിട്ടേക്കുന്ന സെറ്റായി, നല്ല സ്മൂത്തായി. പെയിൻറ്റ് നാളേക്ക് അടിച്ച് തീരുമെന്നാണ് പറയണം. പെയിൻറ്റും ക്ലിയറും എല്ലാം കൂടെ നാളെ തീരും. എത്ര ദിവസമായി ഇവിടെ കൊണ്ടിട്ട്. ഇപ്പോൾ ബക്കറ്റ് സീറ്റ് മാറി കസേരയൊക്കെ വെച്ച് അപ്ഡേറ്റഡായി. അപ്പം ഇങ്ങനെ പെയിൻറ്റ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ അടിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ പെയിൻറ്റ് അടിച്ച് തീരുമായിരിക്കും. അപ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോൾ ഏത് കളറാണെന്നൊക്കെ കാണിച്ചു തരാം. ഗൈസ്, നമ്മളിന്ന് സീറ്റ് എടുത്ത് കൊടുക്കണം. സീറ്റ് അടിക്കാനായിട്ട് എടുത്ത് കൊടുക്കണം. 2 സീറ്റേ ഇപ്പോൾ തൽക്കാലം കൊടുക്കണുള്ളൂ. 2 കൊടുത്താൽ മതി. ബാക്കി ഇരിക്കണ്ടേ ഇപ്പം 2. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ സീറ്റ് എടുത്ത് കൊടുത്തിട്ട് ഏത് കളറാണ് അടിക്കണമെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, വെറൈറ്റി കളറാണ്. വെറൈറ്റി കളർ ബ്ലാക്ക്. അതെ വേണ്ടേ. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിലത്തെ 2 ചെയ്യാന്നും പറഞ്ഞ് ആദ്യത്തെ 2 സീറ്റ് ചെയ്യാന്നും പറഞ്ഞ് നമ്മളിപ്പോൾ കൊണ്ടുപോകണം. നമ്മൾ വേണ്ടേ വേറെ സെൻ എടുത്തിട്ട് മഞ്ഞ അതെടുത്ത് സെറ്റ് വണ്ടി. ഇതും ഡീസൽ തന്നെ. ഇത് മിക്കവാറും ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാനാണ് സാധ്യത. ഇല്ലെങ്കിൽ ഞാൻ എടുക്കും. അത്രേ ഉള്ളൂ. എന്തായാലും ഇത് പുറത്ത് കൊടുക്കണ്ടേ ഇനിയിപ്പോൾ. സ്മൂത്ത് വണ്ടി, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം ഉണ്ട്. നമ്മൾ സീറ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 5-6 മണിയാകുമ്പോഴും നമ്മൾ പെയിൻറ്റ് എന്തരാന്ന് പോയി നോക്കണം. ഇന്ന് കഴിയുമെന്നാണ് പറഞ്ഞത്. നമ്മൾ കല്ലറത്തെ SBയിലാണ് കൊടുത്തത്. XB ആക്സസറീസ്. 2 സീറ്റ് അടിക്കാനായിട്ട് ഏകദേശം 400-500 രൂപ അത്ര ആവുമെന്നാണ് പറഞ്ഞത്. ബേക്കപ്പ് തൽക്കാലം അടിക്കണില്ല, അത് ഇത് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി എന്നാണ് തീരുമാനം. ചിലപ്പോൾ അതും കൂടെ അടിക്കും. ഇത് അടിച്ചത് കൊള്ളാമെങ്കിൽ അതും കൂടെ അടിക്കുമല്ലേ. ഓക്കെ, നോക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്നാപ്ചാറ്റ് ചാനൽ. നമ്മളിന്ന് ഇങ്ങോട്ടാണ് പോകണം. സിറ്റി വരെ ഒന്ന് പോയി. നമ്മള് ഉത്തരകണ്ഠം മൈതാനത്തിലേക്കുള്ള യാത്രയിലാണ്. പൗഡർ തുടച്ചറിഞ്ഞിട്ട് പറയാം. പൗഡർ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ബൈ. കണ്ട ആരുമില്ല റോഡിലൊന്നും. ഒരു മനുഷ്യന് ഇപ്പൊ കൈ കാണിക്കണം. ഇറക്കി കൊടുത്താലോ. മെയിൻ റോഡ് ഇറങ്ങിയിട്ട് കാണിക്കണം. അപ്പൊ അറിയാൻ പറ്റും. മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോ പോണത് കനകുന്ന്. അവിടെ എന്തരാ പരിപാടി കിടക്കണം. അങ്ങനെ അങ്ങോട്ട് പോണേ. വീട്ടിലൊന്നും ആരും ഇല്ല. ക്രിസ്മസ് ആയിട്ട് ആരും വെളിയിൽ ഇറങ്ങിയിട്ടില്ല. നമ്മള് കനകുന്ന് കൊട്ടാരത്തിന്റെ ഇവിടെ പരിപാടിയുടെ ഇവിടെ എത്തി. നമുക്ക് വണ്ടി അകത്ത് തന്നെ ഇട്ട് ഇവിടെ സ്റ്റാളുള്ളതുകൊണ്ട് അകത്ത് തന്നെ ഇടാൻ പറ്റി. രാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചെടുത്ത് പോകണമെങ്കിൽ സ്റ്റാളിലേക്കുള്ള സാധനങ്ങളൊക്കെ. അതെ. ഇനി സ്റ്റാൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതെ. തിരിഞ്ഞു നോക്കിയേ. ചെറുക്കനായിട്ട് കഷ്ടപ്പെടുത്തിയാണ് നമ്മൾ. കനകക്കുന്ന് കൊട്ടാരത്തിലെത്തി. കനകക്കുന്ന് കൊട്ടാരമല്ല, ഇവിടെ ഇങ്ങനെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് ക്രിസ്മസിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ആയിരുന്നു. നമ്മളെ റോട്ടിലൊന്നും ആള് കാണാത്തത് ചുമ്മയാണ്.
മൊത്തം ആൾക്കാരും ഇവിടെയാണ് വന്നേക്കണത്. കിർമസ് ആശ്വസ് അല്ല ആഘോഷിക്കാൻ, ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാരും ഇവിടെയാണ് വന്നേക്കണത്. ഇപ്പം കഴിഞ്ഞിട്ട് വരാൻ ഗൈസ്. തിരക്കിന് കഴിയൊന്നുമില്ല, നല്ല തിരക്ക്. പിന്നെ നമ്മളെ വണ്ടി ഇന്ന് പെയിന്റ് അടിച്ച് കഴിഞ്ഞെന്നാണ് തോന്നണത്. പിന്നെ നമുക്ക് നോക്കാനൊന്നും പറ്റിയില്ല, തിരക്കിലോട്ടായി പോയി. ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് തിരുവനന്തപുരം ഫുള്ള് സെറ്റാണ്. അതെ അതെ, എന്റെ ആകം കണ്ടോ എന്തൊരു വെട്ടം. അതെ അതെ, നമ്മളെല്ലാ വണ്ടിയും നമ്മളതിലുണ്ട്. അതെ അതെ, ഇല്ലാത്ത വണ്ടികളൊന്നും. അതെ അതെ. അപ്പം ഓക്കെ ബൈ, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളു. ഇപ്പൊ തന്നെ കുറെ ലിങ്ക്ഡായി, ഏകദേശം 10-15 മിനിറ്റെങ്കിലും ആയി കാണും. അപ്പം അപ്പൂസേ താക്ക്.